ബഹുമാന്യരെ, ഇവിടെ F9 ഈ സൈബർ സുരക്ഷാ സമ്മിറ്റ് 2025 നിലവിളക്ക് കൊടുത്തി ഉദ്ഘാടനം ചെയ്തതായി ആദ്യം തന്നെ അറിയിക്കുകയാണ്. ഞാൻ നിങ്ങളുടെ വീഡിയോ നോക്കിയിരുന്നു. F9 കേരളത്തിൽ നിന്ന് തുടങ്ങി ദുബായിൽ പോയി ഡെവലപ്പ് ചെയ്ത് ദുബായിൽ നിന്ന് പല രാജ്യങ്ങളിലേക്കും അവരുടെ പ്രവർത്തനം വ്യാപിപ്പിച്ചു. നൗ റിവേഴ്സ് മൈഗ്രേഷൻ, തിരിച്ച് കേരളത്തിലേക്ക്. ഞാൻ ആദ്യം റിവേഴ്സ് മൈഗ്രേഷൻ പറയുമ്പോൾ ആളുകളൊക്കെ ചിരിക്കുകയായിരുന്നു. ഈ കേരളത്തിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതല്ലാതെ കേരളത്തിൽ നിന്ന് പോയവരാരെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു വരുമോ? നമ്മുടെ ഒരു പ്രത്യേകത ഈ നെഗറ്റിവിറ്റിക്കാണല്ലോ കുറേ ഓട്ടം കിട്ടുക. രാവിലെ എണീക്കുമ്പോൾ തന്നെ വാട്സപ്പ് നോക്കിയിട്ട് ഏതെങ്കിലും നെഗറ്റിവിറ്റി കണ്ടില്ലെങ്കിൽ അന്നത്തെ ദിവസം പോക്കാണെന്ന് കരുതുന്നവരാണ് നമ്മളിൽ മഹാഭൂരിപക്ഷവും. നെഗറ്റിവിറ്റി ഇടുന്നവരാണെങ്കിൽ അതിൻ്റെ ലൈക്കും റീച്ചും ഒക്കെ കണ്ട് ഇനി കുറേ കൂടി എങ്ങനെ നെഗറ്റീവ് ആകാം എന്ന് എഴുന്നേൽക്കുമ്പോൾ തൊട്ട് ചിന്തിക്കാനും തുടങ്ങും. ഇപ്പോൾ റിവേഴ്സ് മൈഗ്രേഷൻ പലതരത്തിൽ നടക്കുന്നുണ്ട്. ഒന്ന് പ്രൊഫഷണൽ ബാക്കിങ്. ചിലർ സെയിം പ്രൊഫഷനിലേക്ക് തന്നെ തിരിച്ചു വരുന്നു, ചിലർ തിരിച്ചു വന്ന് ഓണ്ടർപ്രനറായിട്ട് മാറുന്നു. അപ്പം ഞങ്ങളിത് പറയുമ്പോൾ ചില കാര്യങ്ങൾ വരും. തള്ളു വരുന്നു, PR ആണ്, വേറെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്നൊക്കെയാണ് ചോദിക്കുക. പക്ഷേ പ്രൊഫഷണൽസിൻ്റെ ഏറ്റവും ക്രെഡിബിൾ പ്ലാറ്റ്ഫോമായി കരുതുന്ന ലിങ്ക്ഡിൻ അവരിപ്പോൾ ഒരു റിപ്പോർട്ട് പ്രസിദ്ധപ്പെടുത്തി. ലിങ്ക്ഡിൻ മെമ്പേഴ്സിൻ്റെ പ്രൊഫൈലിൽ വരുന്ന അപ്ഡേഷനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ F9 നിങ്ങളുടെ ദുബായിൽ പ്രവർത്തിക്കുന്ന ഒരു 10 പേർ കേരളത്തിൻ്റെ ഓഫീസിലേക്ക് വന്നു എന്ന് കരുതുക. അവർ ഫ്ലൈറ്റിൽ കയറുന്നതിന് മുമ്പ് എന്ത് ചെയ്യും? ലിങ്ക്ഡിൻ അക്കൗണ്ട് എടുത്ത് അപ്ഡേറ്റ് ചെയ്യും. പറ്റുമെങ്കിൽ ഒരു ലൊക്കേഷൻ കൊടുക്കുക, ഇവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് തുടങ്ങുകയാണെന്ന് പറഞ്ഞ് ഒരു ചെറിയ പോസ്റ്റ് ഇടും. അതാണല്ലോ ഇങ്ങനെ വരുന്ന മാറ്റങ്ങൾ. 2025 ഓഗസ്റ്റ് വരെയുള്ളത്, അപ്പോൾ 8 മാസത്തെ, ആ 7 മാസത്തെ ഓഗസ്റ്റ് വരെ എന്ന് വെച്ചാൽ ജൂലൈ 31 വരെ 7 മാസത്തെ അനാലിസിസിലാണ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായി 40,000 പ്രൊഫഷണൽസ് കേരളത്തിലേക്ക് തിരിച്ചു വന്ന് ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നെന്ന സന്തോഷകരമായ വാർത്തയുണ്ട്. എന്നാൽ നിങ്ങൾ ഇതൊരു ചരമക്കോളത്തിൻ്റെ താഴെ 2 വരി പോലും ഒരു മാധ്യമത്തിലും കണ്ടിട്ടുണ്ടാവില്ല. ഒബിച്ചറി ഇത്രയും ഫുൾ പേജ് കൊടുക്കുന്ന ലോകത്തിലെ ഏക സ്ഥലം കേരളമാണ്. നല്ലത് തന്നെ, മരണവാർത്തകൾ ഓരോരുത്തർക്കും ഓരോ അഭിരുചികൾ ഉണ്ടാവില്ല. ചിലർ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഒബിച്ചറിയിലേക്ക് പോകും. നാട്ടിലാരെങ്കിലും മരിച്ചിട്ടുണ്ടോ? നമ്മളെ തന്നെ ചെല്ലുകൂടി, അല്ല മറ്റേ ആൾ മരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു 6 മണി എപ്പോഴും അല്ല, പത്രത്തിലുണ്ട്. ഒബിച്ചറി ഫുൾ പേജ് കേരളത്തിൽ മാത്രമേ ഉള്ളൂ, മറ്റ് ഭാഷയിലൊന്നും അങ്ങനെ ഫുൾ പേജ് ഇല്ല. എന്നാൽ അതിൻ്റെ താഴെ ഇങ്ങനെ 2 വരി, ഇത്രയും പേര് ഈ വർഷം 6-7 മാസത്തിനുള്ളിൽ കേരളത്തിൽ. ശരിക്കും ലീഡ് വാർത്തയാകേണ്ടതാണ്. പത്രപ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന പാഠം സ്കൂളിൽ ഈ മീഡിയ സ്കൂളിൽ പഠിപ്പിക്കുക. പട്ടി മനുഷ്യനെ കടിച്ചാൽ വാർത്തയല്ല, മനുഷ്യൻ പട്ടിയെ കടിക്കുമ്പോഴാണ് വാർത്ത. അപ്പോൾ സാധാരണ ദീർഘമായി പ്രസംഗിക്കുന്നില്ല, CMൻ്റെ പരിപാടിയിൽ CM പുറപ്പെട്ടു കഴിഞ്ഞു. അസാധാരണമായതാണ് വാർത്ത. അപ്പോൾ കേരളത്തിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്യുന്നത് പട്ടി മനുഷ്യനെ കടിക്കുന്ന പോലെയായിരുന്നു. എന്നാൽ തിരിച്ച് കേരളത്തിലേക്ക് വരുമ്പോൾ മനുഷ്യൻ പട്ടിയെ കടിക്കുന്ന പോലെയാണ്. അൺയൂഷ്വലാണ്. ദാറ്റ് ഈസ് ഹാപ്പനിങ്. റിവേഴ്സ് മൈഗ്രേഷൻ ഈസ് ഹാപ്പനിങ്. ഞാനിത് നിയമസഭയിൽ പറഞ്ഞപ്പോൾ വളരെ സീനിയറായ ഒരാൾ പറഞ്ഞു, അത് ഈ ജോലിയൊന്നും കിട്ടാതെ തിരിച്ചു വരുന്നതാണ്. തിരിച്ചു വരുന്നത് ഈ ലിങ്ക്ഡിൻ പ്രൊഫൈൽ മാത്രം നമ്മൾ എടുത്തിട്ടുള്ളൂ. റിട്ടേൺ മൈഗ്രേഷൻ എന്ന് പൊതുവെ പറയും. അതിൽ തന്നെ റിവേഴ്സ് മൈഗ്രേഷൻ ഇതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ സാധാരണ വരുന്നത്. ഇത് ലിങ്ക്ഡിനിൽ അക്കൗണ്ട് ഉള്ളവരുടെ കണക്കിന് അടിസ്ഥാനപ്പെടുത്തി മാത്രമാണ്, അല്ലാതെ ജോലിക്ക് വന്ന ആളുകളുണ്ടാവും. ലിങ്ക്ഡിൻ്റെ ഈ അനാലിറ്റിക്കൽ റിപ്പോർട്ട് അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ടാലൻറ്റ് പൂൾ ഗ്രോത്ത് 352% ആണ്.
ഹയസ്റ്റ് ഇൻ ദ കൺട്രി, നമ്പർ 1. ടാലൻറ്റ് പൂളിൽ നമ്മൾ 9th പൊസിഷനാണ്. ഞാൻ എൻ്റെ സുഹൃത്തിനെ ഇവിടെ കണ്ടപ്പോൾ ഓർക്കുകയാണ്, താങ്കളുടെ പഴയൊരു വീഡിയോ ഞാൻ ഓർക്കുന്നുണ്ട്, കേരളം വൃദ്ധസദനങ്ങളായി മാറിക്കൊണ്ടിരിക്കും. ദാറ്റ് ഈസ് റിയാലിറ്റി അന്ന്. അപ്പോൾ എന്നോട് ഒരാൾ ചോദിച്ചു, ഈ വൃദ്ധസദനങ്ങളായി മാറുന്നുണ്ടല്ലോ കേരളം. അപ്പോൾ ഞാൻ പറഞ്ഞു, 2 ഭാഗമുണ്ട്. ഒന്ന്, റിവേഴ്സ് മൈഗ്രേഷൻ വരും. 2, വൃദ്ധസദനം എന്ന് കേൾക്കുമ്പോൾ ഞാൻ നെഗറ്റീവായിട്ട് എടുക്കുന്നില്ല. ദർ ഈസ് ആൻ ബിസിനസ് ഓപ്പർച്യൂണിറ്റി. ലോകത്തുള്ളവരെല്ലാം വയസ്സാകുമ്പോൾ ഇങ്ങോട്ട് വന്നോട്ടെ. മലയാളി മാത്രമല്ല, ശുദ്ധവായു, ശുദ്ധജലം, ലോകത്തെവിടെയാണെങ്കിലും നിങ്ങൾക്ക് മരിക്കുന്നതിന് മുമ്പ് ഒരു മലയാളി നേഴ്സിൻ്റെ കരസ്പർശം വേണ്ടി വരും, ഒരു ഡോക്ടർ ഉണ്ടാവും. അപ്പോൾ അവിടെ ആകുമ്പോൾ ഈ മലയാളി നേഴ്സ് കൈ പിടിക്കുമ്പോഴായിരിക്കും വീട്ടിൽ നിന്ന് അമ്മയ്ക്ക് സുഖമില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാട്സപ്പ് മെസ്സേജ് വരുന്നത്, ഈ പിടുത്തം അയ്യും. ഇവിടെ ആണെങ്കിലോ വീട്ടിൽ പോയിട്ട് അമ്മയ്ക്കൊരു മരുന്ന് കൊടുത്ത് തട്ടി ഈ പിടുത്തം കുറേ കൂടി സ്നേഹമുള്ള കരസ്പർശമായിട്ട് മാറും. ദെൻ ദിസ് ഇസ് ബിസിനസ് ഓപ്പർച്യൂണിറ്റി. അപ്പോൾ ആളുകൾ ഇതെല്ലാം ന്യായീകരണ തൊഴിലാളികളാണല്ലോ എന്ന് അടുത്ത കമൻറ്റ് വരും. നോ, വാട്ട് ഈസ് ഹാപ്പനിങ് ഇൻ കേരള? ഞാനിപ്പോൾ ഉദ്ഘാടനം ചെയ്ത് ഇൻ്റർനാഷണൽ ഗ്രൂപ്പിൻ്റെ കഴിഞ്ഞ ദിവസം പാലിയേറ്റീവ് കെയർ കാക്കനാട്, കൊളംബിയ പസഫിക് 3 സീനിയർ സിറ്റിസൺ ലിവിങ് ഇവിടെ ഇപ്പോൾ ആരംഭിക്കുകയാണ്. കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം. മലയാളിക്ക് മാത്രമല്ല, എല്ലാവർക്കും വരാം. ഈ 2 ഭാഗമുണ്ട്. അപ്പോൾ നമ്മളെപ്പോഴും ഓപ്റ്റിമിസ്റ്റിക്കാണ്. നിങ്ങൾ ഒരു പ്രശ്നം പറയുമ്പോൾ ആസ് എ മിനിസ്റ്റർ ഞാൻ നോക്കുന്നത് വാട്ട് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി, അതാണ്. ഇപ്പോൾ ഇതിൽ നല്ല MSMEകൾ ഇപ്പോൾ കേരളത്തിൽ ഞങ്ങളുടെ ഇയർ ഓഫ് എൻ്റർപ്രൈസസ് 3.5 ലക്ഷത്തിലധികം പുതിയ സംരംഭങ്ങൾ വന്നു. അപ്പോൾ പെട്ടെന്ന് നെറേറ്റീവ് വന്നു, ഇത് ഒന്നുമില്ല, ഉദ്യം രജിസ്ട്രേഷൻ ചില മാറ്റം വരുത്തി, ട്രേഡ് വന്നു, അതിൻ്റെ ഭാഗമായിട്ടുള്ളൊരു മാറ്റം മാത്രമാണ്. നമ്മൾ ഇങ്ങനെ പറയുന്നവർ ഉദ്യം രജിസ്ട്രേഷൻ നോക്കണ്ടേ? വാട്ട് ഈസ് ദ ഫാക്ട്സ് ഓൺ ദ ബേസിസ് ഓഫ് ഉദ്യം രജിസ്ട്രേഷൻ? ഞങ്ങൾ ചുമതല എടുക്കുമ്പോൾ ഉദ്യം രജിസ്ട്രേഷനിൽ കേരളത്തിൽ MSMEകൾ ഓൺലി 85,000. നിങ്ങൾ നോക്കിയാൽ മതി, ജസ്റ്റ് ഗൂഗിൾ, എല്ലാവരുടെ പോക്കറ്റിൽ ലോകത്തിലെല്ലാം ഏറ്റവും വലിയ മെഷീൻ ഉണ്ടല്ലോ. എന്തെങ്കിലും സംശയമാണെങ്കിൽ സെർച്ച് ചെയ്യേണ്ട, ChatGPT വെച്ച് എല്ലാ സെർച്ച് എഞ്ചിനും വെച്ചിട്ട് അവരുടെ അടുത്ത് കൃത്യമായിട്ട് തരും. 85,000 ഉണ്ടായുള്ളൂ. ഇന്നത്തെ സ്റ്റാറ്റസ് ഞാൻ നോക്കിയില്ല, മിഞ്ഞാന്നത്തെ സ്റ്റാറ്റസ് ഞാൻ സഭയിൽ പറയുമ്പോൾ നോക്കി. ഉദ്യം രജിസ്ട്രേഷൻ 16,85,000 ഉദ്യം രജിസ്ട്രേഷൻ. 2021 ഓൺലി 85,000. ടുഡേ, ഡേ ബിഫോർ യെസ്റ്റർഡേ, ഇറ്റ് ഈസ് 16,85,000. അപ്പോൾ എനിക്ക് ഈ കണക്ക് വെച്ചിട്ട് പറയാം, ഇത് ഗവൺമെൻറ് ഇന്ത്യയുടെ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. നോക്കൂ, 2021 85,000. നോക്കൂ, 2025 ദിസ് October 7th it is 16,85,000. That means a growth of around 16 lakhs new MSMEs. സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് എനിക്ക് ആധികാരികമായിട്ട് പറയാം, ബട്ട് ദാറ്റ് ഈസ് നോട്ട് എ ഫാക്ട്. കാരണം ഇൻഫോർമൽ MSME ഉണ്ട്, ട്രേഡ് ഉണ്ട്. ഞങ്ങളിതിൽ നിന്ന് ഈ 16 ലക്ഷം എന്ന് 16 ലക്ഷത്തിൽ നിന്ന് 3.5 ലക്ഷം പുതുതായിട്ട് എടുക്കുന്നുള്ളൂ. അപ്പോൾ ഈ രണ്ടും ആളുകൾ കാണുന്നില്ല, നരേറ്റീവ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഞാൻ അവസാനിപ്പിക്കുകയാണ്. കേരളത്തിൽ ഇപ്പോൾ ഈ ഇൻവെസ്റ്റ് കേരള ഗ്ലോബൽ സബ്മിറ്റ് പരാമർശിച്ചല്ലോ. ഇപ്പോൾ 6 മാസം കഴിഞ്ഞപ്പോൾ ആ EOE 24% കൺവേർട്ടഡ് ടു കൺസ്ട്രക്ഷൻ സ്റ്റേജ്, ഹയസ്റ്റ് റേറ്റ് ഇൻ ദ കൺട്രി. 98ാമത്തെയാണ് ഞാൻ കഴിഞ്ഞ ദിവസം കല്ലിട്ടത്. കൃഷ്ണയിള അദ്ദേഹത്തിൻ്റെ ലൈഫ് സയൻസ് പാർക്ക്. 97ാമത്തെയാണ് CM കല്ലിട്ടത് അദാനി ഗ്രൂപ്പിൻ്റെ ലോജിസ്റ്റിക് പാർക്ക്. കൃഷ്ണയുടെ ഒരു കാര്യം പറഞ്ഞു. ഞങ്ങൾ ദാവോസിൽ അദ്ദേഹത്തിൻ്റെ കോബ്രദറെ കണ്ടു, ഇവിടെ IKGSന് വന്നു. ഇത് തുടങ്ങുമെന്ന് പറയുമ്പോൾ മലയാളികൾ ഹൈദരാബാദിലുള്ളൊരു അയ്യോ എന്തിനാ അവിടെ പോണേ? ദുബായി ചെന്നപ്പോഴും മലയാളികൾ മാത്രമാണ് ചോദിക്കുന്നത്, അവിടെ ആകെ കുഴപ്പമാണല്ലോ, എന്തിനാ അങ്ങോട്ട് പോകുന്നത്? ബാക്കി എല്ലാവരും വളരെ മാറ്റത്തിലാണ്. ഇങ്ങനെയുള്ള ഒരു ശീലം നമ്മൾ. ഒരു കാര്യം കൂടി അദ്ദേഹം പറഞ്ഞു, ഈ IKGSൻ്റെ ഒരു പ്രത്യേകത, എല്ലാ പൊളിറ്റിക്കൽ ലീഡേഴ്സും ഒന്നിച്ചൊരു സ്റ്റേജിൽ വന്നു. അത് ഞാൻ കേരളത്തിൽ മാത്രമേ കണ്ടുള്ളൂ എന്നും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. അത് നമ്മുടെ ഒരു ചേഞ്ചാണ്. എന്തായാലും വളരെ നല്ല രീതിയിൽ പുതിയ MSMEകൾ വന്നു. നിങ്ങളെല്ലാവരും MSME സെക്ടറിലെ നല്ലൊരു സെഗ്മെൻ്റ് ഇവിടെ ഉണ്ട്. നിങ്ങൾക്കുള്ള പല സഹായങ്ങൾ ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. ഒന്ന്, MSME ക്ലിനിക്സ് എല്ലാ ജില്ലയിലും ഉണ്ട്. നിങ്ങൾക്ക് ടെക്നിക്കൽ മാനേജ്മെൻറ്റ് ഫിനാൻഷ്യൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ക്ലിനിക്കിൽ സമീപിക്കാം. 2 തവണ ഫ്രീ ഓഫ് കോസ്റ്റായിട്ട് അഡ്വൈസ് തേടാം. മാർക്കറ്റിൽ സ്റ്റോറുമായിട്ട് നമ്മളൊരു MOU ഒപ്പുവെച്ചിട്ടുണ്ട്. ഒരു വർഷപ്പോൾ എത്താൻ പോകുമ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാനും പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ മിനിസ്റ്റർ ഇരിക്കുമ്പോൾ 30 കോടിയുടെ ലോക്കൽ ഉൽപ്പന്നങ്ങൾ റേഷൻ കടയോട് ചേർന്ന സ്റ്റോർ വഴി വിറ്റ് കഴിഞ്ഞിരിക്കുകയാണ്. അത് മാർക്കറ്റ്. പിന്നെ കേരള ബ്രാൻഡ്
ഞങ്ങൾ വെളിച്ചെണ്ണ കൊടുത്ത് 10 ഇപ്പോൾ കൊടുക്കാൻ പോവുകയാണ്. ഇത് കൂടാതെ ചിലപ്പോൾ GST ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ഒന്നും അറിയണമെന്നില്ല, അവർക്ക് CA-ക്കാരുടെ വിവേകമുണ്ട്. ICAയുടെ സപ്പോർട്ടോട് എല്ലാ മന്തിലും ഒരു ഫ്രീ ഹെൽപ്പ് ഡെസ്ക് ഫസ്റ്റ് ഇയർ ഫ്രീ ആയിട്ട് അവർ അഡ്വൈസ് നൽകുന്നുണ്ട്. അതേപോലെയുള്ള ഒരു ചരിത്ര പ്രാധാന്യമുള്ള സംഗതിയാണ് ഇപ്പോൾ F9 നൽകുന്നത്. ഇന്നത്തെ കാലഘട്ടത്തിൽ അനിവാര്യമായതാണ് സൈബർ സെക്യൂരിറ്റി. അതിന് അവരിപ്പോൾ 24/7 സൈബർ സെക്യൂരിറ്റി മോണിറ്ററിങ് ആൻഡ് അലർട്ടിങ് കംപ്ലീറ്റ്ലി ഫ്രീ ഓഫ് ചാർജായി 500 MSMEകൾക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുന്നു. അതിന് ഞാൻ F9 പ്രത്യേകം അഭിനന്ദിക്കുന്നു. അതിന് മന്ത്രിയുടെ ശുപാർശ വേണ്ട കേട്ടോ, ഫസ്റ്റ് കം ഫസ്റ്റ് സെർവാണ്. അതുകൊണ്ട് ആദ്യം വേണമെന്നുള്ളവർ ആദ്യം തന്നെ അപേക്ഷിക്കുക. അത് കുറേ കൂടി നന്നായി നമ്മുടെ MSMEകൾ കൊണ്ടുപോകാൻ കഴിയട്ടെ. നമുക്കൊന്നിച്ച് കേരളത്തെ മാറ്റി തീർക്കാം. ഇപ്പോഴത്തെ ജിയോ പൊളിറ്റിക്കൽ കണ്ടീഷൻ അനുസരിച്ച് ഇനി പോകണമെന്ന് വെച്ചാലും ആളുകൾക്കൊന്നും അധികകാലം പോയവർക്ക് തന്നെ വരുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, ഫ്രീ ആയ കൈ കൊണ്ട് വരാൻ പറ്റുമോ എന്നൊക്കെ ഉത്കണ്ഠകളുള്ള കാലമാണ്. അതുകൊണ്ട് ഇവിടെ തന്നെ നമുക്ക് അവസരങ്ങൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിൽ ഒന്നിച്ച് മുന്നോട്ട് പോകാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി F9 അഭിനന്ദിച്ച് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.